യൂണിയൻ ബജറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ട്, പല ഒപ്പീനിയൻസ് വരുന്നുണ്ട്. എക്കണോമിക് എക്സ്പേർട്ടുകൾ പലതും പറയുന്നുണ്ട്, പല രീതിയിൽ. കാരണം പല പോളിസി മാറ്റേഴ്സുമായിട്ട്, എക്കണോമിക് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായമുണ്ട്. ബേസിക്കലി ഞാൻ എക്കണോമിസ്റ്റ് അല്ല, ട്രെയിൻഡ് എക്കണോമിസ്റ്റേ അല്ല. പക്ഷെ ചില കാര്യങ്ങൾ നോക്കിക്കണ്ട് പറയുവാൻ അതിനുള്ള ചെറിയ കഴിവുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ നമ്മൾ മുതിർന്ന നേതാവ് ശശി തരൂർ, അദ്ദേഹം ഗ്ലോബൽ ഇന്ത്യനാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലില്ലായ്മ, ചെറുപ്പക്കാർ, അവർക്ക് ഇതുമായിട്ട് യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. ബേസിക്കലി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ബേസിക്കലി ഈ എക്കോണമിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ചിദംബരം വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. ഇത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഈ സംഭവത്തെ പറ്റി. പക്ഷെ ചില കാര്യങ്ങളിൽ അദ്ദേഹം അത് ക്രിട്ടിസൈസ് ചെയ്തു. കാരണം ചിദംബരം ട്രെയിൻഡ് എക്കണോമിസ്റ്റാണ്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. ശശിധരൻ നല്ല പ്രാസംഗികനാണ്, മറ്റുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന് എക്കോണമിയെ പറ്റി പുല്ലും അറിയത്തില്ല. അതാണ് അതിൻ്റെ ബേസിക് ഇഷ്യൂ. അപ്പം ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് പറയുകയാണെങ്കിൽ, പുരോഗമിക്കുന്ന ഇന്ത്യയുടെ ബജറ്റാണ്. അപ്പം ഈ ശശി തരൂർ പറഞ്ഞ ഈ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് തെറ്റാണ്. ഇത് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗവൺമെൻറ് 12 ലക്ഷം, അതായത് മാസം 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നവരുടെ അവരുടെ ഇൻകം ടാക്സ് റിജീമിനകത്ത് അവർ എക്സംഷൻ കൊടുത്തു, അവരെ മാറ്റി. ഇതിനകത്ത് ഗവൺമെൻറ് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ടാക്സ് സർക്കിളിൽ നിന്നും ഈ 1 lakhs മന്ത്ലി സാലറി കിട്ടുന്നവരെ പുറത്താക്കുമ്പോൾ, അതായത് മാറ്റി നിർത്തുമ്പോൾ, അവർ ടാക്സ് പേ ചെയ്യണ്ട, ഇൻകം ടാക്സ് പേ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യക്കാരുടെ ബൈയിങ് പവർ കൂടി. അത് ഗവൺമെൻറ് പറയുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യക്കാരുടെ ബൈയിങ് പവർ കൂടി. അപ്പം ഈ ഇൻകം ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടി. അതായത് നല്ലപോലെ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം കൂടി. അതുകൊണ്ടാണ് 12 ലക്ഷം വരെ ഒരു വർഷം കിട്ടുന്നവരെ ആ ഓർബിറ്റിൽ നിന്നും പുറത്താക്കിയത്. അവരതിൻ്റെ അകത്ത് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ശശി തരൂരിനോട് പറയേണ്ട ഒരു കാര്യം, പറയുന്നത് 3.25 crores ആൾക്കാർ സാലറൈസ്ഡും ഗവൺമെൻറ് എംപ്ലോയീസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് സർവേ റിപ്പോർട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എമൗണ്ട് എവിടാ പോകുന്നത്? മാർക്കറ്റിലാണ് പോകുന്നത്. അതായത് ഗവൺമെൻറ്റിന് ടാക്സായിട്ട് കൊടുക്കേണ്ട എമൗണ്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും അത് മാർക്കറ്റ് ബൂം ചെയ്യും. മാർക്കറ്റ് ബൂം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. സിമ്പിളായത്. ഇത് റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരത് ടാക്സ് കൊടുക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ പണം പോകുന്ന മാർക്കറ്റിലാണ്. മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ പുതിയ സംഭവങ്ങളും ട്രേഡും മറ്റുള്ള കാര്യങ്ങളും ഡിമാൻഡ് കൂടും പലതിനും. ആ ഡിമാൻഡ് കൂടുമ്പോൾ നാച്ചുറലായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതും ഇതും മറ്റുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാകും. അതിനുവേണ്ടി എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. എംപ്ലോയീസിനെ ആവശ്യമുള്ളപ്പോൾ ഉറപ്പായിട്ടും അത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. ഒന്ന്, അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അല്ലാതെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എല്ലാ മാസം തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന ഒരു എക്കോണമി ബേസിക്കലി ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതൊക്കെ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് വേയിൽ ചിന്തിക്കുന്നത്. കാരണം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ല. പലരും വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്യുന്ന സംഭവം, ചെറുപ്പക്കാർക്ക് ഇത്ര രൂപ കൊടുക്കുന്നു, അവന് ജോലിയില്ല. ഇന്നയാൾക്ക് ഇത്ര ശതമാനം കൊടുക്കുന്നു, അവന് ജോലിയില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ എക്കോണമി ഏറ്റവും പരിതാപകരമായ രീതിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാനൊരു ഫ്രീ ബീസിനെ അനുകൂലിക്കുന്ന ആളല്ല. കാരണം ഫ്രീ ബീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ബേസിക്കലി അവൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും, ആ രാജ്യം നശിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെയുള്ള ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ പല ആവർത്തി ഇന്ത്യ ഭരിച്ചവരും സ്റ്റേറ്റ് ഭരിച്ചവരും അതിനെ ആ വൃത്തികെട്ട രീതിയിലാക്കി മാറ്റി. എൻ്റെ അഭിപ്രായത്തിൽ മഹാത്മാഗാന്ധി
തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് ഗവൺമെൻറ് ഇത്ര ബില്യനാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ആവശ്യമില്ല? കാരണം കേരളത്തിൽ ഇതേ പറയുന്ന തൊഴിൽ അത് ചെയ്യാനുള്ളവരുടെ ആളുകളില്ല. അതിൻ്റെ പേരിലാണ് ഏകദേശം 18 ലക്ഷം ബംഗാളികളുടെ വന്നിരിക്കുന്നത്. ഇവിടെ പല വീടുകളിലും സഹായിക്കാനായിട്ട് സ്ത്രീകളെയോ ആണുങ്ങളെയോ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ പ്രോപ്പറായിട്ടൊരു ഡ്രൈവർ ജോലിക്ക് ആളിനെ കിട്ടുന്നില്ല. എൻ്റെ കാര്യം എന്തുവാ? കാരണം ആർക്കും ജോലി ചെയ്യാതെ ജീവിക്കണം. ഈ തൊഴിൽ സംഭവം, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഗ്യാരണ്ടി സ്കീം, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അത് കേരളത്തിൽ നടക്കുന്ന ഗോസിപ്പും നുണപ്രചാരണമല്ലയോ? അതിന് ഗവൺമെന്റ് ഫണ്ട് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയിലാണ് ഞാൻ പറയാം. ഇത് ആവശ്യമുള്ളിടത്ത് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഒരു ട്രൈബൽ ബെൽറ്റിൽ അത് കൊടുക്കണം, ആവശ്യമാണ്, അവിടെ കൊടുക്കണം. അതേപോലെ പിന്നോക്കം നിൽക്കുന്ന പല ഏരിയയുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, അവിടെ ഇത് ആവശ്യമോ? ഇപ്പം CPM പറയുന്ന ഏറ്റവും വലിയ പറയുന്ന സംഭവങ്ങളാണ് അവരുടെ കോട്ട എന്ന് പറയുന്ന സംഭവമാണ് പാലക്കാട്, മറ്റൊരു സംഭവമാണ് കണ്ണൂർ. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ 2 ജില്ലകളാണെങ്കിൽ CPM എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നരകതുല്യമാണ് ലൈഫ്. കാരണം ആൾക്കാരുടെ പണമൊന്നുമില്ല, അരാജകത്വമാണ്. അവിടെ ഈ സംഭവം വേണം. കാരണം അവർക്കൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പണം കിട്ടണം. അപ്പം ആ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ കേരളം മുഴുവനും ഈ സാധനത്തിൻ്റെ ആവശ്യം എന്ത്? മഴക്കുഴി വെട്ടുക, ആ കുഴി വെട്ടുക, ഈ കുഴി വെട്ടുക, നോൺസെൻസ്. ഇതൊരു സമയത്ത് ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അതിനൊന്നും അല്ല. കൊണ്ടുവന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതേപോലെ ലേബറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, കാർഷിക മേഖലയിലും മറ്റു പല സെക്ടറിലും, കാരണം അവർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു, ഡെയിലി വേജസ്. അപ്പം അതിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നത്, മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ. അതിൻ്റെ സംഭവത്തിൻ്റെ ഈ സംഭവം ഉണ്ടാക്കിയെടുത്തൊക്കെ ലെഫ്റ്റാണ്. എന്നത് ആവശ്യമായിരുന്നു. കാരണം അവരുടെ സാലറി പെട്ടെന്ന് സ്ലാബ് മാറി അതവർക്ക് 400-500 രൂപ ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിലും പല പിന്നോക്ക സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. കാരണം അങ്ങോട്ട് ആൾ പോവും, അപ്പോൾ ആൾക്കാർ ഇവർക്ക് ഇത്ര ശമ്പളം കൊടുക്കാൻ തുടങ്ങി. ചൂഷണമായിരുന്നു. അതിനുവേണ്ടി കൊണ്ടുവന്നത്. പക്ഷെ അത് എപ്പോഴും ഒരു റിസർവേഷൻ എന്താ ഉണ്ട്, നമ്മൾ എന്തിൻ്റെ തൊഴിലിന് റിസർവേഷൻ കൊണ്ടുവന്നത്. അന്നിത് ആവശ്യമായിരുന്നു, ഇന്നത് ആവശ്യമില്ല. പക്ഷെ ഇന്നും അത് നടത്തിക്കൊണ്ട് പോവുക. അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല സംഭവങ്ങൾ പിന്നീട് അത് മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പം അതാ ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവല്ല. ഞാൻ ബേസിക്കലി പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് സംഭവമുണ്ട്, ഇന്ത്യ ഒരു പവർ ഹബ്ബായിട്ട് മാറും. ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയിൽ ഇപ്പം ഏകദേശം ഇന്ത്യ 2000 വളരെ മുമ്പ് തന്നെ ഇന്ത്യ 3ാമത്തെ ഏറ്റവും വലിയ ഗ്ലോബൽ എക്കണോമിക് പവറായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് 2047 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്ലോബലായിട്ടുണ്ടാകുന്ന പല നയ രൂപീകരണവും ജിയോ പൊളിറ്റിക്കൽ എക്കോണമി അനുസരിച്ച്, കാരണം പൊളിറ്റിക്കൽ എക്കോണമിയാണ് ഇത് ബേസിക്കലി, ജിയോ പൊളിറ്റിക്സുമായിട്ട് നടക്കുന്ന എക്കോണമി എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ എക്കോണമി അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നാച്ചുറൽ എക്കോണമി അല്ല, പൊളിറ്റിക്കൽ എക്കോണമിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളുണ്ട്. അപ്പം അതിലൊരു കാര്യമാണ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്ന് ചൈനയ്ക്ക് നേരെ 10% ടാരിഫ്, നേരത്തെ 15, എല്ലാം കൂടി 25% ടാരിഫ് ചൈനയുടെ മേളിലായി പല സംഭവങ്ങളുമായിട്ട്. ഇത് 10% ഡയറക്റ്റാണ്. ഇതിനകത്തുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്, അതായത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്കുണ്ടായ പ്രശ്നത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്ക പല രാജ്യങ്ങളും ഡീലിങ്കിങ് പ്രോസസ്സ് ഉണ്ട്. അതായത് ചൈനയുമായിട്ട് ഡീലിങ്ക് ചെയ്യുക. ഡീലിംഗ് എന്ന റെയിൽവേയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇപ്പോൾ ഡീലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനുഫാക്ചറിങ് പല കമ്പനികളും ഇന്ത്യയിലോട്ട് വന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, അപ്പോൾ ജപ്പാൻ ചെയ്തു, കൊറിയ ചെയ്തു, മറ്റ് പലരും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇന്ത്യയിൽ ഒരു ഹബ്, എക്കണോമിക് ഹബ്, മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് വരും. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ ഗവൺമെൻറ് ചെയ്ത ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിനാൻസ് മിനിസ്ട്രിക്കകത്തൊരു വെബ്സൈറ്റിനകത്ത് പറയും എന്തൊക്കെയാണ് എക്കണോമിക് സജഷൻസ് എന്നതിനെപ്പറ്റി കത്തയച്ച് ഞാനൊരു 2-3 കത്ത് എഴുതി ഗവൺമെൻറ്റിന്, ഫിനാൻസ് മിനിസ്റ്റർ. അതിൻ്റെ അതൊന്നും പറഞ്ഞിരുന്നത്
ഈ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചൈനയിൽ നിന്നും ഈ ഇത്രമാത്രം കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഇല്ല, അതായത് എംപ്ലോയീസ് ഇല്ല. അപ്പം അതിന് കൊടുക്കേണ്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ഗവൺമെൻറ് ഫണ്ട് ചെയ്ത്, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ചെയ്ത് സ്കൂളുകളിൽ സ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ ലാബുകൾ ഉണ്ടാക്കണം. അത് ആ സ്കൂളിലെ കുട്ടികൾക്കും കൊടുക്കണം. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവിടെയുള്ള ലോക്കൽസിനെയും പഠിപ്പിക്കണം. അതായത് സ്കൂളിലൊന്നും പോകാൻ പ്രായമുള്ള മറ്റാൾക്കാരും ചെറുപ്പക്കാർക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിൻ്റെ ലാബിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കണക്കെട്ട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത് 7 മുതൽ 10 ലക്ഷം രൂപ ഒരു സ്കൂളിൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് റോൾ ഔട്ട് ചെയ്യുവാണെങ്കിൽ 7 മുതൽ 10 ലക്ഷം, പിന്നീട് അത് കുറഞ്ഞു വരും. അപ്പം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിമാൻഡിനെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര ഡിമാൻഡ്. ഇപ്പം ചൈനയിൽ എന്താ പെട്ടെന്ന് ഇത്രയും കമ്പനികൾ വരാതിരിക്കുന്നതിൻ്റെയൊക്കെ റീസൺ എന്തുവാ? ഇവിടെ സ്കിൽഡ് ലേബേഴ്സ് ഇല്ല, സ്കിൽഡ് എംപ്ലോയീസ് ഇല്ല. അതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. അല്ലെങ്കിൽ പല കമ്പനികളും ഇവിടുന്ന് ചാടാൻ തയ്യാറാണ്. ഇപ്പം ടാരിഫും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനികൾക്ക് ഒരു കാരണവശാലും അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതി ഭയങ്കര നഷ്ടത്തിലാകും. അപ്പം അവർക്ക് ഒറ്റ വഴിയുള്ളൂ ഇന്ത്യ വരിക. അതിന് ഗവൺമെൻറ്റാണ് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതേപോലെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ, ചെറുപ്പക്കാരാണ്, സ്കൂൾ മുതൽ തുടങ്ങണം ഇത്. കാരണം നമ്മുടെ എഡ്യൂക്കേഷനിൽ വന്ന ഏറ്റവും വലിയ ഫ്ലോപ്പാണ്. പിന്നീട് ഞാൻ സജഷൻ കൊടുത്തു, ഈ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വേർഡ്സുകളും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ. ഇതിപ്പോൾ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പഞ്ചാബിയിലാണെങ്കിലും ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഇത് ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, ടെക്നിക്കലായിട്ട് പലത്. അതുകൊണ്ട് സ്കൂളുകളിൽ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടെക്നിക്കലായിട്ട് പഠിപ്പിക്കുന്ന ഒരു മാസീവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്ര കോടിയായിട്ട് ചിലവാകും. കാരണം ടെക്നിക്കൽ സ്കില്ല് പഠിക്കുകയും ഈ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഇവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഹിന്ദിയിൽ കൂടെ ചെയ്യണം, മലയാളത്തിൽ കൂടെ ചെയ്യണം, പഞ്ചാബിയിൽ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇറ്റ് നോട്ട് ഒരു സിമ്പിൾ അല്ല ഇത്. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വരുമ്പോൾ അവർ വേണ്ട രീതിയിലുള്ള ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ, എംപ്ലോയീസിനെയും അവർക്ക് കിട്ടുമ്പോൾ അവർ വളരെ സാറ്റിസ്ഫൈഡ്. പിന്നെ വേറെ സംഭവം ഞാൻ പറഞ്ഞിരുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഈ സമ്പ്രദായം, അതായത് ടീച്ചേഴ്സിന്, കാരണം ഇപ്രാവശ്യത്തിന് ഞാൻ ബജറ്റ് പോയി കഴിയുമ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷന് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ് അവർ കാണിച്ചിരിക്കുന്നത്, അതായത് ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷന് കൂടുതൽ ട്രസ്റ്റ് ഈ ടീച്ചേഴ്സിന് എസ്പെഷ്യലി അവർക്ക് ഈ സിലബസൊക്കെ മാറ്റി ടീച്ചേഴ്സിന് സ്പെസിഫിക് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. അതായത് 2 വർഷം കൂടുമ്പോൾ ഒരു ടീച്ചർ 10 ദിവസമെങ്കിലും ട്രെയിനിങ്ങിന് പോകണം. കാരണം ലോകം മാറുവാണ്, അനുസരിച്ചുള്ള പല കാര്യങ്ങളും ഈ ടീച്ചേഴ്സിനെ പഠിപ്പിക്കേണ്ട രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ സ്കിൽ മാനേജ്മെൻ്റ് അകത്ത് എങ്ങനെയാണ് പുതിയ രീതിയിലുള്ള അഗ്രികൾച്ചർ ഫാം ലോകത്ത് എങ്ങനെയാണ് നടക്കുന്നത്, അതും ആ അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം വളരെ അത്യാവശ്യം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഫാം സെക്ടറിനകത്ത് ഇതേപോലെ പറയുന്നത് മെക്കനൈസ്ഡ് അല്ല. ഒരു 80% പഴയ രീതിയിൽ, ട്രഡീഷണൽ രീതിയിലാണ് പോകുന്നത്, മാൻ പവർ വെച്ചിട്ടാണ്. പക്ഷെ വരാനുള്ള സമയത്ത് ഇത് മുഴുവനും മെക്കനൈസ്ഡ് ആകും. ഇത് അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഇത് എങ്ങനെ ചെയ്യണം, ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ആണെങ്കിലും ഫാം ആണെങ്കിലും സീഡ്സിൻ്റെ ആണെങ്കിലും ഇതെങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പുതിയ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കൃഷി ചെയ്തത് ഹാർവസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത് സംഭവം. കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം ചൈനയിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ കയറി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിടികിട്ടിയത്. അവർ വളരെ പ്രോഗ്രസ്ഡ്. അപ്പം അത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുത്ത് ഇത് കൊണ്ട്. പക്ഷേ ഗവൺമെൻറ് അത് കണ്ടതായിട്ട് നടിച്ചൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്, അത് തള്ളിക്കളഞ്ഞാണ്. ഓക്കെ, എനിവേ. പിന്നെ എഐക്കും, അതായത് ഇതേപോലെ ടെക്നോളജിയുമായിട്ട് അതിന് ഇത്ര ശതമാനം മാറ്റിവെച്ചു. അതും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എഐ എന്ന് പറയുന്ന ലോകത്തെ റൂൾ ചെയ്യാൻ പോവുകയാണ്. ഗവൺമെൻറ് പറയുന്നു നല്ല എഞ്ചിനീയറിംഗ് കോളേജ് IITയും എക്സ്പാൻഡ് ചെയ്യും. അത് സംബന്ധിച്ചു. പക്ഷെ ഒരു കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, ഈ IIT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവർ
ഈ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര ശതമാനമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്? ഇതൊരു വലിയ ഘടകമാണ്. കാരണം ഇത് പഠിക്കുന്നു, IIT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് ഇവരെ കൊണ്ടങ്ങ് പോവുക. അപ്പം അത് തടയാൻ ഗവൺമെൻറ് തയ്യാറാകണം. കാരണം അവർ മിനിമം ഇത്ര വർഷം ഇവിടെ പഠിക്കണം. അല്ലെങ്കിൽ അവർ പഠിക്കാൻ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. അതായത് എൻ്റെയും നിങ്ങളുടെയും ടാക്സിൽ നിന്നും പണം എടുത്തിട്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഗവൺമെൻറ് ഇവർ ഫീസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾ, ഒരു ചെറിയ ശതമാനം. ബാക്കിയല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണത്തിൻ്റെ ഇതിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ പറയുന്നു എല്ലാ 75,000 സീറ്റുകൾ MBBS ഉണ്ടാക്കും. അപ്പോഴിതേ ചോദ്യം വരികയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിൽക്കുന്നോ? ഇത് പഠിച്ചു കഴിഞ്ഞ് നേരെ വിദേശത്ത് പോവുകയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. ഇതിനകത്ത് റിയാലിറ്റി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോകുന്നു, ഒരു സമയത്ത് പറയുന്നു ഓക്കെ ഗ്രീഡ്. രണ്ടാമത് ഇത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നു ഈ IIT-കൾക്കും മറ്റുള്ള സംഭവത്തിനും മെഡിക്കൽ സ്കൂളിനും. ചോദ്യമാണ്, എന്നിട്ട് ഈ പഠിക്കുന്ന എത്ര പേര് ഇവിടെ നിൽക്കുന്നു? അതിന് പറ്റിയ പ്ലാറ്റ്ഫോം ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലേ? പിന്നെ അതിനകത്ത് ഞാൻ കണ്ടൊരു മൈനസ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടപ്പിന് ഏകദേശം ഞാൻ എക്സ്പെക്ട് ചെയ്ത് മിനിമം 1 ലക്ഷം കോടിയെങ്കിലും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണമായിരുന്നു സ്റ്റാർട്ടപ്പിന്. കാരണം സ്റ്റാർട്ടപ്പിൽ കൂടെ മാത്രമേ ഈ പറയുന്ന ചെറുപ്പക്കാർ, എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും മെഡിക്കൽ മറ്റുള്ള എല്ലാവരും ഇന്ത്യ, കാരണം അവർക്ക് ഫെസിലിറ്റേറ്റും ഇതുപോലെ സംഭവം സപ്പോർട്ട് ചെയ്യാൻ അവർ നിൽക്കുകയുള്ളൂ. അത് ഞാൻ പാളിച്ചയായിട്ടാണ് കാണുന്നത്. കാരണം സ്റ്റാർട്ടപ്പിന് ശരിക്കും പണം കൊടുക്കണം, എന്നാൽ മാത്രമേ ഗ്രാമത്തിലാണെങ്കിലും വില്ലേജുകളാണെങ്കിലും ടൗണിലാണെങ്കിലും ഈ വരുന്ന ചെറുപ്പക്കാർക്ക് കൂടുതൽ രീതിയിലുള്ള സംരംഭം നടത്താനും അതനുസരിച്ച് അവരിവിടെ കൺവിൻസ് ആയിട്ട് പിന്നെ അവരിവിടെ നിന്നോളൂ. അവർ പിന്നെ വിദേശ സ്വപ്നം കാണത്തില്ല. അതതിൻ്റെ അകത്ത് വലിയ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇൻഫ്ലേഷൻ കൂടി കറക്റ്റാണ് സംഭവം, ഡോളറുമായിട്ട് മാച്ച് ചെയ്യും. ഇൻഫ്ലേഷൻ കൂടി സാധനങ്ങൾക്കൊക്കെ വില കൂടി. ഇവിടെ പ്രധാനമായിട്ട് കർഷകർക്ക് മറ്റുള്ളവർക്ക് ലോണിൻ്റെ കാര്യം, അവർക്ക് കൂടുതൽ സ്കീംസ്, അവർക്ക് കൂടുതൽ ലോൺ എടുക്കാനും ചെറുകിട കർഷകർക്ക് അതൊക്കെ നല്ലതാണ്. ഇൻഫ്ലേഷനുമായിട്ട് ബാധിക്കുമ്പോൾ ഇത് വലിയ മെച്ചമൊന്നുമല്ല, ബട്ട് ഓക്കെ. പക്ഷെ ഞാനിത് വെരി പോസിറ്റീവ് പോയിൻ്റായിട്ട് ഈ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാണുന്നത് മനസ്സിലാക്കുന്ന MSME സെക്ടറിലാണ്. അപ്പോൾ MSME സെക്ടറിൽ നേരത്തെ 5 കോടിയായിരുന്നു ഗവൺമെൻറ് ലോണായിട്ട് കൊടുത്തത്, അത് 10 കോടിയാക്കി. ഈ 10 കോടി വരുമ്പോൾ എൻ്റെ ഒരു സജഷൻ ഉണ്ട് ഗവൺമെൻറ്റിനോട്, ഞാൻ ആ സജഷൻ കൊടുത്തിരുന്നു. പല MSME സെക്ടറിലും ഗവൺമെൻറ് അത്യാവശ്യമായിട്ട് ഇൻ്റർവീൻ ചെയ്യേണ്ടത്. പലർക്കും ലോൺ എടുക്കാൻ സാധിക്കുന്നു, ഇവരുടെ പേരെല്ലാം സിബിൽ സ്കോറിലുണ്ട്. കാരണം നേരത്തെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് പണം തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് ഗവൺമെൻറ് എത്രയും വേഗം ഇടപെട്ട് അങ്ങനെയുള്ള, കാരണം വളരെ നല്ല പെർഫോം ചെയ്യുന്ന കമ്പനികളാണ്. പക്ഷേ ഇവർക്ക് ക്യാപിറ്റൽ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടും, കാരണം കോവിഡ് ഇവരെ ശരിക്കും എഫക്റ്റ് ചെയ്തു പോയി. അപ്പോൾ അത് കാരണം കൊണ്ടും ഗവൺമെൻറ് ഇവർ ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുക്കാത്തത് കാരണം കൊണ്ട് ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അത് ഗവൺമെൻറ് എത്രയും വേഗം ഇൻ്റർവീൻ ചെയ്ത് അത് മാറ്റി കൊടുക്കണം. രണ്ടാമത് ഗവൺമെൻറ് സ്പെസിഫിക് ഫണ്ട് എല്ലാ വർഷവും ഇവിടുത്തെ MSME സെക്ടർ, ഞാൻ പറയുന്നത് വലിയ സെക്ടറിനല്ല, MSME സെക്ടർ, വലിയ സെക്ടറിനൊക്കെ മാനുഫാക്ചറിന് ഗവൺമെൻറ് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമൊക്കെ ഉണ്ട്, PIL സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ MSME സെക്ടറിന് ഗവൺമെൻറ് കൊടുക്കുക ബ്രാൻഡിങ്ങിനാണ്. ഒരു സ്പെസിഫിക് എമൗണ്ട് എല്ലാ വർഷവും മാറ്റി വെക്കുക, നല്ല എമൗണ്ട് മാറ്റി വെക്കണം. അതായത് MSME സെക്ടറിൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന സാധനത്തിന് അതിന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ വലിയ രീതിയിൽ ഗ്ലോബലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞ് ഈ MSME സെക്ടർ ഈ സാധനം ഉണ്ടാക്കും വളരെ നല്ല ക്ലാരിറ്റിയും നല്ല ക്വാളിറ്റിയും ഗ്ലോബൽ അടിസ്ഥാന, കാരണം അവന് പണം കിട്ടുക. അപ്പം അങ്ങനെ ബ്രാൻഡിങ് കൊടുക്കുവാണ് ഓരോ പേരുകളിൽ, ഇന്ത്യൻ പേരുകളിൽ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഈ ചൈനക്കാർ ചെയ്യുന്ന പോലെ, ഗ്ലോബലായിട്ട് ചെയ്യുന്ന പോലെ ഇന്ത്യൻ MSME സെക്ടർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനും ഗ്ലോബൽ മാർക്കറ്റിൽ വളരെയധികം അക്സെപ്റ്റ് ചെയ്യും ആ പേരുകൾ. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു സജഷനായിട്ട് പോയത്. പക്ഷെ അതൊന്നും ഞാൻ വലുതായിട്ട് എനിക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഓവറോൾ ഞാൻ നോക്കുവാണെങ്കിൽ പുരോഗമന ഇന്ത്യയുടെ ബജറ്റാണ്. അത് ഗ്ലോബൽ പൊളിറ്റിക്സും ഗ്ലോബൽ എക്കോണമിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളും മുന്നോട്ട് കണ്ടിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു നല്ല പ്രയോജനം തന്നെയാണ് ഉണ്ടാകാൻ. അവൻ്റെ സ്പെൻഡിങ് അത് കൂടുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ
അർബൻ മിഡിൽ ക്ലാസ്സിന് ഈ മെട്രോയും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഈ മിഡിൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിലോട്ട് വരികയാണ്. അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിനകത്ത് എനിക്ക് ഒരു മൈനസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഈ മൈനസ് പോയിന്റ് അല്ല, ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് എക്കണോമിക് സർവേക്ക് അത് പറയുന്നത് ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് SC ആൻഡ് ST, ഈ ട്രൈബൽ, അവർക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം അവർക്കുള്ള ഫണ്ടിങ് കുറച്ചതിൻ്റെ കാരണം നല്ലൊരു സൂചനയാണ്. പക്ഷെ അവർക്ക് കൂടുതലായിട്ട് ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ വരാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഗവൺമെൻറ് എല്ലാ വർഷവും കൊടുക്കുകയാണെങ്കിൽ അവരും ഈ പറയുന്ന ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമാകാൻ സാധിക്കും. ഈ ഘടകങ്ങളെല്ലാം വെച്ച് ചേർത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ബജറ്റിനെ കാണുന്നത്.